2 മാസത്തിനകം നിങ്ങളുടെ എക്സാം വരാൻ പോവാണ്. മാർച്ച് മാസത്തിൽ നിങ്ങളുടെ +2 പരീക്ഷ നടക്കാൻ പോവാണ്. എന്തെങ്കിലും പഠിച്ചിട്ടുണ്ടോ? ആകെ മൊത്തം പഠിക്കാനുള്ളത് 11 ചാപ്റ്റേഴ്സാണ്. മൈക്രോയും മാക്രോയും പഠിക്കാനുണ്ട്. ഇത് എക്കണോമിക്സിൻ്റെ മാത്രം കാര്യമാണ്. ഹ്യൂമാനിറ്റീസ് ആവട്ടെ അല്ലെങ്കിൽ നിങ്ങൾ പറയുന്ന കൊമേഴ്സ് ആവട്ടെ ആരും ആയിക്കൊള്ളട്ടെ, ഈ പറയുന്ന എല്ലാ ചാപ്റ്റേഴ്സും പഠിച്ചുകൊണ്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് ഇതുവരെ തയ്യാറെടുത്തിട്ടുണ്ടോ? ഇനി അതല്ലെങ്കിൽ പോട്ടെ, മറ്റൊരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട്. എത്ര ദിവസം പരീക്ഷയ്ക്കുണ്ടെന്ന് ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ അവധി ദിവസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി 40 ദിവസം. ജനുവരി 1 മുതൽ പഠിച്ചു തുടങ്ങുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ ശനിയും ഞായറും അവധി ദിവസങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ ഇനി ബാക്കിയുള്ളതാകെ 40 ദിവസം. ഈ 40 ദിവസം എന്തൊക്കെ പഠിക്കണമെന്ന് ചിട്ടയായി വെച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ എത്രയൊക്കെ പാഠങ്ങൾ പഠിക്കാനുണ്ട്? എക്കണോമിക്സ് മാത്രം 11 ചാപ്റ്റർ പഠിക്കാനുണ്ട്. എക്കണോമിക്സ് മാത്രം നമുക്ക് 11 ചാപ്റ്റർ. ഞാൻ പറഞ്ഞു 40 ദിവസമാണ് ആകെ ഉള്ളത്. അതിൽ 11 ചാപ്റ്റർ നമ്മുടെ എക്കണോമിക്സിന് മാത്രമുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിക്കാനുണ്ടാവും, ലാംഗ്വേജ് ഉണ്ടാവും. എക്കണോമിക്സിന് പുറമെ 3 സബ്ജക്റ്റുകൾ വീണ്ടും വരുന്നുണ്ട് അല്ലേ? ഓരോന്നിനും 10 ചാപ്റ്റർ വെച്ച് കൂട്ടിയാൽ തന്നെ മൊത്തം 60 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഒരു ചാപ്റ്റർ പഠിക്കാൻ ഒരു ദിവസം പോലും തികച്ചില്ലാത്തൊരവസ്ഥയാണ്. ഈ ഒരു ചോദ്യം ഞാനിവിടെ ചേർക്കാൻ കാരണം വേറെ ഒന്നുമല്ല. ഇപ്പോഴും നിങ്ങൾക്കൊരു സീരിയസ്നെസ് വന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു കാര്യം ഇതാണ് ചോദിക്കാനുള്ളത്. നിങ്ങളുടെ +2 എന്ന് പറയുന്നത് ഈസി ആയിട്ടുള്ളൊരു കാര്യമാണോ? നിങ്ങൾക്ക് ഇതുവരെ തോന്നിയിട്ടുണ്ടോ നിങ്ങളുടെ +2 പഠിക്കാൻ വളരെ ഈസി ആണെന്നൊരു കാര്യമാണ് തോന്നിയിട്ടുണ്ടോ? എക്കണോമിക്സിൻ്റെ കാര്യത്തിൽ ഒരിക്കലും ഞാൻ ഉറപ്പ് പറയുന്നില്ല, നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടേ ഉണ്ടാവില്ല. ഈസി അല്ല, ഡിഫിക്കൽട്ട് എന്ന് ശപിക്കാനൊരു കാരണം നമ്മുടെ എക്കണോമിക്സ് തന്നെയായിരിക്കും. ഇനി മറ്റൊരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം. നമ്മുടെ +2 കൊമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസിൽ പരീക്ഷ ചെയ്യുന്ന കുട്ടികൾ കൂടുതലും തോൽക്കുന്നൊരു വിഷയം ഇംഗ്ലീഷ് ആണെന്ന് എല്ലാവർക്കും അറിയാം. അത് +2 എല്ലാവരും തോക്കുന്ന കൂടുതൽ വിഷയം ഇംഗ്ലീഷ് തന്നെയാണ്. അതിന് പുറമെ ഏറ്റവും കൂടുതൽ കുട്ടികൾ തോക്കുന്ന രണ്ടാമത്തെ വിഷയം ഏതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ എക്കണോമിക്സ് ആണ്. കാരണം വേറൊന്നുമല്ല, അത്രത്തോളം എന്താണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ഇനി എൻ്റെ ചോദ്യങ്ങൾ കുറച്ചുകൂടി ചോദ്യങ്ങളുണ്ട്. ഈ 2 ചോദ്യങ്ങൾ, ഈ പറഞ്ഞ ക്രിസ്മസ് പരീക്ഷയും അതുപോലെ എക്കണോമിക്സും ഈസി ആണോ എന്നാണ് എൻ്റെ ആദ്യത്തെ ചോദ്യം. നിങ്ങൾക്ക് ഉത്തരമുണ്ടായിരിക്കും. ഒരുപക്ഷെ നിങ്ങൾ പഠിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ പറയും എക്കണോമിക്സ് വളരെ ഈസിയാണ് പഠിക്കാൻ, ആൻഡ് ക്രിസ്മസ് പരീക്ഷ എന്ന് പറഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. രണ്ടിൻ്റെയും ഉത്തരം അല്ല എന്നുണ്ടെങ്കിൽ അടുത്ത ചോദ്യം കൂടി നോക്കിക്കോ. അതായത് ഈസി ആവുമോ? എന്തൊക്കെ? ഈ പറയുന്ന മോഡൽ എക്സാമും അത് കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന നമ്മുടെ ഫൈനൽ എന്ന് പറയുന്ന നമ്മുടെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന നമ്മുടെ ഈ പറഞ്ഞിരുന്ന പബ്ലിക് എക്സാം മാർച്ച് മാസത്തിലാണ് തുടങ്ങാൻ പോകുന്നത്. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. മാർച്ച് 3-നാണ് പരീക്ഷ തുടങ്ങുന്നത്. ഈ പറയുന്ന കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നോമ്പിൻ്റെ സമയമൊക്കെയാണ് വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കാൻ തയ്യാറായിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഈസി അല്ല, മനസ്സിലാക്കുക. +2 ഒരിക്കലും ഈസി അല്ല. +2 ജസ്റ്റ് പാസ്സായി പോയിട്ട് നിങ്ങൾ പുറത്ത് പോയിട്ട് ഒരു കാര്യമല്ല, നിങ്ങൾക്ക് അഡ്മിഷൻ എവിടെയും കിട്ടാൻ പോകുന്നില്ല. ഇനി ഹയർ സ്റ്റഡീസ് അല്ല, ഏത് മേഖലയ്ക്ക് നിങ്ങൾ തിരിയാണെങ്കിലും നിങ്ങളുടെ +2 മാർക്ക് അവിടെ ചോദിക്കാൻ പോകുന്ന കാര്യമാണ്. അവിടെ മാർക്കില്ലെങ്കിൽ പിന്നെ നമ്മളെ കൊണ്ടൊരു കാര്യമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, ഇതിനൊരു മാറ്റം വരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ളൊരു അവസരം ഞാനിപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല. നമ്മുടെ +2 ആൻഡ് നിങ്ങൾ ഈ പഠിക്കുന്ന കൊമേഴ്സ് ആയിക്കോട്ടെ ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ ആരായിരുന്നാലും നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരമാണ് ഇപ്പം നിങ്ങളുടെ മുമ്പിലുള്ളത്. 40 ദിവസത്തെ പറയുന്നത്, 40 ദിവസം കൊണ്ട് ഫുൾ ചാപ്റ്റർ പഠിപ്പിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ ഈ സ്ലൈഡിൽ അജാസ്കൻ്റെ ഫോട്ടോ നോക്കിയിട്ടില്ലെങ്കിലും വേണ്ടില്ല, നോക്കിക്കോളും. നമ്മുടെ റെക്കോർഡ് ക്ലാസ്സും ലൈവ് ക്ലാസ്സും നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. PYQ അതുപോലെ എക്സാംസ്, മെൻറ്റർഷിപ്പ്, ഡൗട്ട് ക്ലിയറൻസ് എല്ലാം തന്നിട്ടും ഒരൊറ്റ കാര്യം പറയുന്നുള്ളൂ. എന്നിട്ടും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എൻ്റെ പേരിൽ പരസ്യമായിട്ട് നിങ്ങൾക്ക് കമൻറ്റോ പബ്ലിക്കായിട്ട് പോസ്റ്റ് ഇടാം. സൽസബിൻ എന്ന് പറയുന്ന ഞാൻ കഴിഞ്ഞ 3 വർഷമായിട്ട് എക്കണോമിക്സിൽ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരണ്ടിയാണ് ഈ പറയുന്ന എഡ്യൂബോർഡിൻ്റെ ബൂസ്റ്റർ ബാച്ചിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സബ്ജക്റ്റിൻ്റെ പേരിൽ പോലും പരാതികൾ വരികയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, കുഴപ്പമില്ല. നിങ്ങളെ പഠിപ്പിക്കുന്നില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തുറന്നു പറയാം, ഒരു കുഴപ്പമില്ല, ഒരു പ്രശ്നമില്ല. കാരണം അതിന് ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നുണ്ട്. നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. എൻ്റെ പേര് വെച്ചിട്ട് നിങ്ങൾക്ക് പറയാം, ഒരു കുഴപ്പമില്ല. നിങ്ങൾ പഠിക്കാൻ മാത്രം തയ്യാറാണ് മക്കളെ, ഉറപ്പിച്ചോ. നിങ്ങൾക്ക് +2 നല്ല മാർക്കിൽ പാസ്സാവേണ്ടതുണ്ട്. ഓക്കെ, വേറെ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട. സ്ക്രീനിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നമ്മുടെ എക്കണോമിക്സിൻ്റെ ഇന്ന് മാത്രമല്ല എല്ലാ സബ്ജക്റ്റും, നമ്മുടെ +2-ലെ എല്ലാ സബ്ജക്റ്റിൻ്റെയും ബൂസ്റ്റർ ബാച്ച് ആരംഭിക്കാൻ പോവുകയാണ്. മക്കൾ പെട്ടെന്ന് ജോയിൻ ചെയ്തോളൂ. ഓക്കെ, അപ്പം എല്ലാവരും നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് വാങ്ങാൻ കഴിയുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബൈ.